ഞങ്ങളെ സംബന്ധിച്ച് ഇത് രാഷ്ട്രീയത്തെ രാഷ്ട്രീയപരമായിട്ടാണ് കാണുന്നത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന ഒരു അവിശ്വാസ പ്രമേയമാണ്. UDF ചെയർപേഴ്സൺ ദിയാബിനു പുളിക്കണ്ടം കഴിഞ്ഞ 7 മാസക്കാലമായി ചെയർപേഴ്സണായിട്ടിരുന്നത് സ്വതന്ത്ര കൂട്ടായ്മയുടെ ചെയർപേഴ്സണായിട്ടല്ല, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ UDFന്റെ ചെയർപേഴ്സണായിട്ടാണ് ഇരുന്നത്. അപ്പോൾ UDF നേതൃത്വം ആണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്, ഞങ്ങളോട് ഈ ഇന്ന് അവിശ്വാസത്തെ ഫേസ് ചെയ്യാൻ പറഞ്ഞത്. UDF നേതൃത്വം വിപ്പ് കൊടുത്തു. അത് കോൺഗ്രസിന്റെ 2 കൌൺസിലർമാരും ജോസഫ് ഗ്രൂപ്പിന്റെ 3 കൌൺസിലർമാരും KDPയുടെ ഒരു കൌൺസിലറും ഞങ്ങൾ 3 സ്വതന്ത്ര കൌൺസിലർമാരും പൂർണ്ണമായി അംഗീകരിച്ചു. അപ്പോൾ ഇത് ഇടതുപക്ഷ ജനാധിപത്യത്തിന് കൊണ്ടുവന്ന അവിശ്വാസത്തെ UDF നേരിട്ടു. കോൺഗ്രസിന്റെ വിമതരാണ് ഇതിന് അവിശ്വാസത്തെ അനുകൂലിച്ചു. അല്ല, അതില്ലാതെ ഒന്ന് പറഞ്ഞോട്ടെ ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ടല്ലോ. കാരണം കോൺഗ്രസിന്റെ വിപ്പ് കൊടുത്ത് അംഗീകരിക്കുന്നവരാണോ അംഗീകരിക്കാത്തവരാണോ വിമതര്? ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവല്ലേ. മണ്ഡലം ഞാൻ ചോദിക്കട്ടെ, ഏതൊരു പ്രസ്ഥാനത്തിലും ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ഒത്തിരി കഴിഞ്ഞ 25 വർഷമായി കൌൺസിലറാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിപ്പ് കൊടുക്കുന്നതാരാണ്? അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നയങ്ങൾ പ്രഖ്യാപിക്കുന്നതാരാണ്? അതിന്റെ നേതൃത്വമാണ്. ആ നേതൃത്വം വിപ്പ് കൊടുത്തു. അപ്പോൾ ആ വിപ്പ് കൊടുക്കുമ്പോൾ മറ്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങളോ നിങ്ങൾ മുമ്പ് സൂചിപ്പിച്ച വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു പാർട്ടി അത് വിപ്പ് കൊടുക്കുമ്പോൾ ചിഹ്നം കൊടുത്ത ആളാണ് വിപ്പ് കൊടുക്കുന്നത്. ചിഹ്നം കൊടുത്തുകൊണ്ടല്ലേ കോൺഗ്രസിന്റെ കൌൺസിലർമാരും അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പ് എല്ലാ കൌൺസിലർമാരും ആകുന്നത്. അപ്പോൾ ജോസഫ് ഗ്രൂപ്പിന്റെയൊക്കെ ഏറ്റവും ഉന്നതനായ നേതാവ് PJ ജോസഫ് സാറാണ് വിപ്പ് കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിന് അതിന് അധികാരപ്പെട്ട ആള് നാട്ടക സുരേഷാണ്, DCC പ്രസിഡന്റാണ്. അദ്ദേഹം ഇന്നലെ നിങ്ങളോട് മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞല്ലോ വിപ്പ് കൊടുത്തെന്ന്. അപ്പോൾ താഴേക്കടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, എല്ലായിടത്തും ഉണ്ടാകാം. പക്ഷെ കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വം ഒഫീഷ്യലായിട്ട് അവരുടെ KPCC പ്രസിഡന്റിനെ ഞങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ പറയുന്നു, ആരാധനായ മുഖ്യമന്ത്രിയുടെയോ ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ ഉൾപ്പെടെയുള്ള നിർദ്ദേശമനുസരിച്ചാണ് വിപ്പ് നൽകിയതും അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് വിമതര്. നിയമനടപടി സ്വീകരിക്കും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, അത് അവർ സംഘടനാപരമായ കാര്യമാണ്, സ്വീകരിക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അല്ലെങ്കിൽ DCC പ്രസിഡന്റിനെ പോലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA കൂടിയാണ് അദ്ദേഹം പരസ്യമായി മീഡിയയോട് പറഞ്ഞ കാര്യമാണ് കോൺഗ്രസിന്റെ കെട്ടുറപ്പിനെയും അതിന്റെ സംഘടനാപരമായ രീതികളെക്കുറിച്ചൊക്കെ. അപ്പോൾ തീർച്ചയായും നടപടികളിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അല്ല, എനിക്ക് അതിനെപ്പറ്റി പറയാൻ അറിയത്തില്ല. കാരണം ഇതിന്റെ പൊളിറ്റിക്കൽ ഇക്വേഷൻ എന്താണെന്ന് അറിയത്തില്ല. രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നിൽക്കുന്നതാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ആയിരിക്കും ചിലപ്പോൾ അങ്ങനെയാണെങ്കിലും ഇനി വരും കാലങ്ങളിലൊന്നും പാലായിൽ തെരഞ്ഞെടുപ്പ് പോലും കാണത്തില്ലായിരിക്കാം. ഞാൻ അത്രയ്ക്ക് പ്രെഡിക്ട് ചെയ്യാൻ ഒരു രാഷ്ട്രീയ പാരമ്പര്യം എനിക്കില്ല. ചിലപ്പോൾ അടുത്ത വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസും എല്ലാം കൂടെ ഒന്നിച്ചാൽ പാലായിൽ തെരഞ്ഞെടുപ്പ് പോലും കാണത്തില്ല. അതിൽ നമ്മളെല്ലാവരും ഉള്ളപ്പോൾ നമുക്ക് കാണാം. അതിനെപ്പറ്റി ഇപ്പോൾ പ്രെഡിക്ട് ചെയ്യാൻ ഞാനാണ്. ഞങ്ങൾ 3 പറയാതെ ഞങ്ങൾ സ്വതന്ത്ര ഞങ്ങൾ 9 പേരുണ്ട്. 9 പേര് ഞങ്ങൾ 9 പേരുണ്ട്. അത് വടംവലിയൊന്നുമല്ല, ശക്തിപരീക്ഷണമല്ല. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് പോകുന്ന 9 പേര്. ഞങ്ങൾ UDF അല്ല. സംസാരിക്കും. ചേട്ടാ, ഇത് കോൺഗ്രസിന്റെ അഭിമാനം സംരക്ഷിക്കാനാണ് ഞങ്ങൾ ഈ വോട്ട് ചെയ്തതെന്നാണ് അവർ പറയുന്നത്. ഒരു കാര്യം കൂടെ ചോദ്യത്തിനൊപ്പം ഒരു കാര്യം കൂടെ അവർ പറയുന്നത് അവർക്കാർക്കും വിപ്പ് കിട്ടിയില്ല എന്നുള്ളതാണ്. വിപ്പ് കിട്ടിയിരുന്നു. എനിക്ക് വിപ്പ് കിട്ടിയിരുന്നു. ഞാൻ സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്നു. വാട്സാപ്പിലും അയച്ച് കിട്ടിയിരുന്നു. പേപ്പർ മെറ്റീരിയലായിട്ടും കിട്ടിയിരുന്നു. ആ വിപ്പിനനുസരിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത്. DCC പ്രസിഡന്റ് നാട്ടം സുരേഷ് MLA തന്ന വിപ്പിനോടനുബന്ധിച്ച് തന്നെയാണ് ഞങ്ങൾ തീരുമാനമെടുക്കുകയും ചെയ്തത്. ഞാനും ഫ്രീയായും അതിനനുസരിച്ച് നിന്നു. മറ്റുള്ളവര് ആ വിപ്പ് കിട്ടിയില്ല എന്നുള്ള ഒരു തൊടി ന്യായം പറഞ്ഞ് വീടുകളിൽ നിന്ന് മാറി നിന്നൊക്കെയാണ് അവരത് ഒഴിവായെന്ന് പറയുന്നു. പക്ഷെ ആ വിപ്പ് ഏത് രീതിയിലാണോ ഇവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ചുള്ള നടപടികൾ DCCയിൽ നിന്നും കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഔദ്യോഗികമായിട്ട് തന്നെ. കാരണം നേതൃത്വം പറഞ്ഞിരുന്ന ഒരു കാര്യത്തിലേക്ക് അത് അനുസരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഔദ്യോഗികമായിട്ട് ഞാൻ തന്നെ നിൽക്കുന്നതാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസിന്റെ അഭിമാനം രക്ഷിക്കാനാണ് വോട്ട് ചെയ്തതെന്നാണ് അവർ പറയുന്നത്. കോൺഗ്രസിന്റെ അഭിമാനം രക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നേതൃത്വം പറയുന്ന ഒരു വിപ്പ് ലംഘിച്ചുകൊണ്ട് പോകുന്നതാണ് കോൺഗ്രസിന്റെ അഭിമാനം രക്ഷിക്കുന്നത്. നിങ്ങൾ 6 കൌൺസിലർമാർ കൂടി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി യോഗം പ്രമേയം പാസ്സാക്കിയത് കൊണ്ടല്ലേ ഈ അവിശ്വാസം പോലും. അതിന്റെ അകത്ത് തന്നെ ഞങ്ങൾ അല്ല, അത് എല്ലാവരും കൂടി വിളിച്ചു വരുത്തുകയും ചെയ്തു. ഞാൻ അതിന്റെ അകത്ത് വിരുദ്ധാഭിപ്രായം പറഞ്ഞു. പലരും അതിന്റെ അകത്ത് വിരുദ്ധാഭിപ്രായം പറഞ്ഞവരുണ്ട്. അത്
പൊതുവായ ഒരു കാര്യം വരുമ്പോൾ എല്ലാവരും അതിന്റെ ഒപ്പിടും. പക്ഷെ അത് ഒരു മണ്ഡലം കമ്മിറ്റിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ഡലം കമ്മിറ്റിക്ക് എന്തുണ പിൻവലിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമേയം പാസ്സാക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല. അത് നമുക്ക് DCCയിലേക്കോ ഉള്ള കമ്മിറ്റികളിലേക്കോ ഒരു നിർദ്ദേശം കൊടുക്കുക, അതിനനുസരിച്ച് ഒരു തീരുമാനം അവർ പറയുന്ന തീരുമാനം വേണം നമ്മൾ എടുക്കാൻ. അതായത് അങ്ങനെ ഒരു തീരുമാനമെടുത്തു, പാർട്ടി വിപ്പ് പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ പങ്കെടുത്തില്ല. പക്ഷെ അതിനുശേഷം ഇവിടെ വരുന്നത്, ഈ സ്ഥലത്ത് വരുന്നത്, ഇവരോടൊപ്പം നിൽക്കുന്നത് ഒരു രാഷ്ട്രീയമായ തീരുമാനമാണല്ലോ. അത് UDFന്റെ തീരുമാനമാണത്. ഇത് UDF ആണ് ഇവിടെ വന്ന് നിൽക്കുന്നത്, അല്ലാണ്ട് ഞാനെന്നൊരു വ്യക്തിയോ കോൺഗ്രസിന്റെ ഒരാളോ മാത്രമല്ല, UDF ആണ് ഇവിടെ. ശരിക്കും പാലായിലെ കോൺഗ്രസ് രണ്ട് തട്ടിലായി. UDF ഒന്നിച്ച് നിൽക്കുന്നത്, കാരണം വിപ്പിനനുസരിച്ച് നിൽക്കുന്നവരാണ് ഞങ്ങള്. പാലായിലെ കോൺഗ്രസ് കോൺഗ്രസ് രണ്ട് തട്ടിലായില്ലെന്ന് പറയില്ല, കാരണം കോൺഗ്രസ് ഒന്നായിട്ടാണ് നിൽക്കുന്നത്. യഥാർത്ഥ കോൺഗ്രസ്സുകാർ ഒന്നിച്ച് തന്നെ നിൽപ്പുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ തുടങ്ങുന്ന സമയത്ത് ഉൾപ്പെടെ വന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് കമ്മിറ്റി ഓപ്പറേഷനാണ്, അത് ജോസ് കെ മാണി ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു ചരടുവരിയാണ്. അത് തന്നെയാണോ? അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഔദ്യോഗികമായിട്ടുള്ള എന്ത് നിലപാട് സ്വീകരിക്കുന്നുണ്ട്, ഔദ്യോഗികം മുകളിൽ നിന്നുള്ള DCCകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ എന്താണോ അതിനനുസരിച്ച് മാത്രമാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറൊരു വ്യക്തികളുമായിട്ടോ ഒരു പാർട്ടിയായിട്ടോ ഞാൻ ഇതിന്റെ ചർച്ച ചെയ്യാൻ പോയിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയാവുന്ന കാര്യങ്ങളുമല്ല. ഒരു കാര്യം കോൺഗ്രസ് കൗൺസിലർമാർക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ആ വലിയ രീതിയിൽ വാർഡുകൾക്ക് പണം അനുവദിക്കുന്നതിലൊക്കെ വിവേചനം കാണിച്ചു. ഇതൊക്കെ ശരിയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഈ ആരോപണം പൂർണ്ണമായിട്ടും തെറ്റെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം എനിക്ക് അവിടെ 100% എനിക്ക് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. പണം അനുവദിച്ചതിന്റെ അകത്ത് വിവേചനം ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം അത് കൃത്യമായിട്ട് എല്ലാവർക്കും ഒരേ പാറ്റേണിൽ തന്നെയാണ് പണം അനുവദിച്ച് പോയിരുന്നത്. പിന്നെ ഏതെങ്കിലും പുതിയ പദ്ധതികളോ കാര്യങ്ങളോ കൂടുതലായിട്ട് ഒരു വാർഡിലേക്ക് ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ ഫണ്ടുകൾ ചിലപ്പം വന്നിരിക്കും. അത് മറ്റ് സ്കീമുകളുടെ ആയിരിക്കും വരുന്നത്. ഈ മാറി നിൽക്കുന്ന ഇപ്പോൾ വോട്ട് ചെയ്ത കോൺഗ്രസിന്റെ കൗൺസിലർമാരുടെ ഒരു വ്യക്തി താല്പര്യത്തിന് വേണ്ടിയാണോ ചേട്ടനേക്ക് അന്ന് പാർലമെന്റ് പാർട്ടി നേതാവ് മാറ്റിയത്? അതിനെക്കുറിച്ച് ഇപ്പൊ അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. കാരണം അത് നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഓപ്പറേഷൻ ഇതിനുണ്ടോ? അല്ല, നമുക്ക് അതൊന്നും രാഷ്ട്രീയപരമായിട്ട് അതിനെപ്പറ്റി ഒരു അഭിപ്രായം ഇപ്പോൾ പറയാൻ സാധിക്കത്തില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് അവിശ്വാസം പാസ്സാക്കി ഞാൻ പറഞ്ഞത് രണ്ട് ഭാഗം ഒരേപോലെ പറയുകയാണ്, ഞങ്ങൾ ഒന്നിച്ച് നിൽക്കാം. അല്ല, ഒന്നിച്ച് നിൽക്കും, അത് രാഷ്ട്രീയമാണല്ലോ. അവർ പറയുന്നത് കോൺഗ്രസിന്റെ ഭരണം ഉണ്ടാവുമെന്നാണ്. ഇനി തുടർന്ന് കോൺഗ്രസിന്റെ ഭരണം തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുന്നത് 4 പേരുള്ള വിബന്ധന്മാർക്കാണോ അതോ 9 പേരുള്ള ഞങ്ങൾക്കാണോ ഭരണം എന്ന് അവർ ഉദ്ദേശിച്ചതും കൂടെ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ അതിന് മറുപടി പറയാം. ഏതായാലും UDFന്റെ കോൺഗ്രസിന് തന്നെ ഭരിക്കാൻ ഒരു രാഷ്ട്രീയ സാഹചര്യം പാലായിലില്ലല്ലോ. ഇപ്പോൾ അവർ വിമതരായി പുറത്തു പോകുന്നതിന് മുമ്പ് പോലുമില്ല. അപ്പോൾ UDFന്റെ തീരുമാനം ഭരണം പിടിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾക്ക് UDF നേതൃത്വം കൊടുക്കുന്നവർ എന്ത് ചെയ്താലും അതോടൊപ്പം ഞങ്ങൾ എല്ലാവരും നിൽക്കും. ചിലപ്പോൾ എനിക്ക് ഇപ്പൊ ഇന്നുകൊണ്ട് ഇത് നമ്മുടെ സാഹചര്യം മാറിയെന്ന് അറിയത്തില്ല. പാർട്ടി വിപ്പ് ലംഘിക്കുന്നവരാണ് പാർട്ടിയുടെ അഭിമാനം സംരക്ഷിക്കുന്ന പുതിയ നിർവചനം നമ്മളെ സംബന്ധിച്ച് അറിയത്തില്ല. ഞാൻ പഠിച്ചിരിക്കുന്ന രാഷ്ട്രീയം, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കുന്ന രാഷ്ട്രീയം, പാർട്ടി തീരുമാനം, മുന്നണി തീരുമാനം അംഗീകരിക്കുന്നവരാണ് പാർട്ടിയുടെ സംരക്ഷകരെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്.